പാൻറ്റാണ് തയ്ക്കാൻ പോകുന്നത്. കുഞ്ഞു പിള്ളേർക്ക് ഒരു പാൻറ്റ്. അത് ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങളുടെ തന്നെ ഈ ഒരു ടർക്കി വെച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതുപോലൊരു ടർക്കി. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും പിള്ളേർക്ക് വാങ്ങിക്കുന്ന ഒരു സാധനമാണിത്, ഈ ടർക്കി. അത് കുഞ്ഞ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു യൂസും ഇല്ല, ചുമ്മാ അവിടെ കിടക്കുകയായിരിക്കും. സോ ഞാനത് ഇത് വെച്ചിട്ട് ഒരു പാൻറ്റ് തയ്ക്കാം. സോ നമുക്കപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാൻറ്റാണ് ഇവിടെ അളവായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഓക്കെ, അതിന് ശേഷം നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ സ്ട്രെച്ച് ആവുന്നില്ല, ചെറുതായിട്ട് സ്ട്രെച്ച് ആവുന്നത്. പക്ഷേ ഇത് ഈ സൈഡാണെങ്കിൽ ഇത് നല്ലതായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. അപ്പം ഇങ്ങനെ നല്ലതായിട്ട് സ്ട്രെച്ച് ആവുന്ന ഭാഗം വിട്ടിൽ വേണം വരാൻ, ലെങ്ത് വൈസ് സ്ട്രെച്ച് ആവാത്ത ഭാഗം വേണം വരാൻ. സോ അത് നോക്കിയേച്ച് വേണം ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ 4 ഫോൾഡ് ചെയ്യുക. അപ്പോൾ 2 കാലും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഈ ഭാഗമൊന്നും കളയുന്നില്ല. താഴത്തെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ ഹെംലൈനിൽ വരുന്നത്, അപ്പം അത് ഇതെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നേരെ കിട്ടുന്നത് പോലെ വേണം ഫോൾഡ് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് ആ ഭാഗം യൂസ് ചെയ്യാം. ഇത് നമുക്ക് അടിയിൽ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇങ്ങോട്ട് വെച്ച് ഇതിപ്പോൾ 4 ഫോൾഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കാലും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം. ക്രോച്ച് നമ്മൾ കഴിയുമ്പോൾ ഒരു ചെറിയൊരു കേവ് ഉണ്ടാവും ഇവിടെ. സോ നമ്മളത് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇവിടുത്തെ ക്രോച്ച് ഭാഗം മാർക്ക് ചെയ്യുക, ഇവിടത്തേത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു ചെറിയ കേവ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ സീം അലവൻസ് വിടേണ്ട കാര്യമില്ല. പക്ഷെ ഇതിവിടെ വേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള സീം അലവൻസ് വെക്കാം. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ മൊത്തത്തിൽ ഒരു 1 ഇഞ്ച് സീം അലവൻസ് വിടുവാണേ. എല്ലാ ഭാഗത്തും ഞാനൊരു 1 ഇഞ്ച് സീം അലവൻസ് വിട്ട് ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് ആ സീം അലവൻസിൽ കൂടി ഇനി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതുപോലെ 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പീസ്, അടുത്തായിട്ട് ഇങ്ങനെ ഒരു പീസ്, സെയിം 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ അതിൽ ഒരു ഭാഗം ക്രോച്ച് ജോയിൻ ചെയ്യാൻ പോവാണ്, സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ ജോയിൻ ചെയ്യാം. അങ്ങനെ കിട്ടും. നമുക്ക് ഈ വേസ്റ്റിൻ്റെ ലാസ്റ്റ് കിട്ടേണ്ട ഭാഗം ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഈ പാൻ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ആ ടർക്കിയുടെ ക്യാപ്പിലുണ്ടായിരുന്ന ഒരു എംബ്രോയ്ഡറി ആണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെൻറ്റർ ബാക്കിൽ ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ക്രോച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മേളത്തെ വേസ്റ്റ് പാർട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മീൻസ് ഫോൾഡ് ചെയ്ത് ബെൽറ്റ് ഇടാൻ ഭാഗത്തിന് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇവിടെ ക്രോച്ചും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക്
ഇപ്പോൾ ഈ കട്ട് ചെയ്തത് കറക്റ്റ് ഈ ക്രോച്ചിൻ്റെ സെൻറ്റർ രണ്ട് സൈഡിലേക്കും ഈക്വലി വരുന്നത് പോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഇത് ഞാൻ ഇനി ഇവിടെ ഇങ്ങനെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതവിടെ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ ക്രോച്ചും കൂടി അറ്റാച്ച് ചെയ്യണം. സോ നമ്മൾക്ക് അതിന് മുമ്പ് നമ്മുടെ ഇലാസ്റ്റിക് ഇതിനകത്തുകൂടെ ഇടണം. ഈ ലൂപ്പിനകത്തു കൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് അതിന് ശേഷം ഈ ക്രോച്ച് ഇലാസ്റ്റിക് കൂടി കൂട്ടി ക്രോച്ച് പാർട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിതിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ട് ക്രോച്ചും ചെയ്തു. ഈ ക്രോച്ചും ഇവിടെ ജോയിൻ ചെയ്തു, ഈ ക്രോച്ച് ഇവിടെ ജോയിൻ ചെയ്തു. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഗ് പാർട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ക്രോച്ച് തമ്മിൽ ഫേസ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. രണ്ട് ക്രോച്ചും ഫേസ് ചെയ്ത് വെച്ച് കഴിയുമ്പം ഈ ഷേപ്പിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടം ജോയിൻ ചെയ്യാം. ഇപ്പം ഞാൻ അവിടം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. നമുക്കത് മാർച്ച് ഇങ്ങനെ. ഇപ്പം നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ ആ ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ഈസി പാൻറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.